കലാപക്കാര നിങ്ങൾ മറന്നിടാതെ. ആ സോങ് ഓർമ്മയുണ്ടോ? ഐ എം കൊത്തരാജാണ് OTT ഡീലിംഗ് ഒന്നാമത് ഇപ്പോൾ നിൽക്കുന്നത്. എമ്പുരാന്റെ ഖുറേഷി എബ്രാന് പോലും തകർക്കാൻ പറ്റാത്ത റെക്കോർഡുമായി കൊത്തരാജ് നിൽക്കണേ. കൊത്തരാജ് പൊട്ടി എന്ന് പറഞ്ഞവരുണ്ടല്ലോ, അശ്വിൻ കുക്ക് പോലത്തെ ടീമുകൾ പൊട്ടി. പക്ഷെ ഇവിടെ മലയാളം പടത്തിലെ വിജയിച്ച പടത്തിനായിട്ട് കളക്ഷൻ ആ പൊട്ടിയ പടത്തിന് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ആണെങ്കിലും പിന്നീടുള്ള കളക്ഷൻ ആയിട്ടും. അതാണ് DQവിൻ്റെ പവർ. പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സൂപ്പർ സ്റ്റാർ DQ. ദുൽഖർ സൽമാൻ വലിയ പടമായ, വലിയ നടനായ, വലിയ ഡയറക്ടറായ പൃഥ്വിരാജ് ലാലേട്ടൻ ഒന്നിച്ചിട്ട് പോലും DQവിൻ്റെ കിങ് ഓഫ് കൊത്തയുടെ OTT ഡീലിങ്ങിൽ കടത്തിവെട്ടാൻ പറ്റിയില്ല. ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കൊത്തരാജിനെ കളിയാക്കിയൊക്കെ എവിടെ പോയി? ആഷിംഗൊക്കെ എന്തായിരുന്നു? ഇപ്പോൾ മനസ്സിലായല്ലേ DQവിൻ്റെ റേഞ്ച് ഏതാണ്. ഇവിടെ ദിലീപിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ടോണയുടെയൊക്കെ പടങ്ങൾ OTT ഇപ്പോഴും പിടിക്കായിട്ടിരിക്കുക. അപ്പോഴാണ് DQവിൻ്റെ പടം ഇറങ്ങുന്ന മുമ്പേ OTT ഡീൽ ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ കാന്ത എന്ന തമിഴ് പടത്തിൻ്റെ. അതാണ് DQവിൻ്റെ റേഞ്ച്. DQവിൻ്റെ വിജയിച്ച പടമാണ്, പൊട്ടിയ പടമാണ് OTT പിടിച്ചിരിക്കുക. അതാണ് പുള്ളിക്കാരൻ്റെ റേഞ്ച്. ഇവിടെ ഓരോ നടന്മാരുടെ പടമൊക്കെ OTT ഇപ്പോഴും ഓടായി. ദിലീപിനൊക്കെ എത്ര പടങ്ങൾ OTT പിടിക്കാതിരിക്കുന്നത്? എത്ര നടന്മാരുടെ പടങ്ങൾ പിടിക്കാതിരിക്കുന്നത്? അപ്പോൾ തന്നെ മനസ്സിലായില്ലേ DQവിൻ്റെ റേഞ്ച് ആയിരുന്നത്. DQവിനെ കടത്തി വെട്ടാൻ ആർക്കും പറ്റില്ല മോനെ. ഞാൻ ഒരു കാര്യം പറയാം, DQ ആണ് മലയാള സിനിമയിലെ ഇപ്പോഴത്തെ രാജാവ്. ലാലേട്ടൻ മമ്മൂക്കയും കഴിഞ്ഞാൽ മലയാള സിനിമയുടെ രാജാവ് DQ തന്നെ. DQവിനെ കടത്തിയോട്ട് ഒരു നടനും പറ്റില്ല. റേഞ്ച് വേറെയാണ്, റേഞ്ച് വേറെയാണ്. മനസ്സിലായോ? കൊത്തരാജ കളിയൊക്കെ പണകണി, അതാണ് രാജ്. എടാ മോനെ.